കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിലെ അതായത് IFFKയുടെ ഇവന്റ്സ് ഒന്നും ഞാൻ മിസ്സാക്കിയിട്ടില്ല. ഇപ്രാവശ്യം അതിന് മാറ്റമൊന്നും ഉണ്ടായില്ല. പക്ഷേ അവസാനത്തെ 2 ദിവസം മാത്രമാണ് എനിക്ക് ഇവന്റ്സ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ഓൾറെഡി ഞാൻ ഇങ്ങനെയുള്ള പബ്ലിക് ഇവന്റ്സിലൊക്കെ പോകാറുണ്ട്. പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത് PG പഠിക്കാൻ ചേർന്ന ശേഷം അതൊരു ശീലമായി മാറി. ട്രിവാൻഡ്രത്തായിരുന്നപ്പോൾ കേരളയും ഉൾപ്പെടെയുള്ള ഒരു ഇവന്റ്സും ഞാൻ മിസ്സാക്കിയിട്ടില്ല. അങ്ങനെ തന്നെയാണ് ഞാൻ IFFKക്കും പോകാൻ തുടങ്ങിയത്. നിശാഗന്ധിയിലെ സ്ക്രീനിങ് മാത്രമാണ് കേട്ടോ ഞാൻ കണ്ടത്. എസ്പെഷ്യലി അവാർഡൊക്കെ കൊടുത്തതിന് ശേഷമുള്ള അവസാനത്തെ സ്ക്രീനിങ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേളയുടെ അവസാന ദിവസം നടക്കുന്ന ക്ലോസിംഗ് സെറമണിയിലെ കാഴ്ചകളാണ്. ഇപ്പോൾ ഓരോരുത്തർക്കായിട്ട് അവാർഡും കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫെമിനിച്ചി ഫാത്തിമ മൂവിയുടെ ക്രൂ ആണ് ഏറ്റവും കൂടുതൽ അവാർഡ് വാങ്ങിക്കൂട്ടി. ഇങ്ങനെ അവാർഡ് ദാനവും ക്ലോസിംഗ് സെറമണിയും കഴിഞ്ഞ പാടെ തന്നെ അവാർഡ് വിന്നിംഗ് ഫിലിമായ മാലുവിന്റെ ബ്രസീലിയൻ മൂവിയാണ് അതിന്റെ സ്ക്രീനിംഗ് ഉണ്ട്. സത്യം പറയാലോ, മൂവിയുടെ സ്ക്രീനിംഗ് തുടങ്ങിയ ഒരു പകുതി ആയപ്പോഴേക്കും സബ് ടൈറ്റിലൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മൂവിയുടെ സ്റ്റോറിനൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല. അതിന്റെ കൂടെ വിശപ്പും കൂടി ആയപ്പോൾ പിന്നെ ഞങ്ങൾ മൂവി മുഴുവിപ്പിക്കാൻ നിന്നില്ല. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഫുഡ് കഴിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരെയൊക്കെ കണ്ടു. ചില നല്ല നല്ല മൊമെന്റ്സ് സംഭവിക്കുന്നതിനിടയിൽ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടുപോകും. ഇതിന്റെ ഇടയിലും എനിക്ക് അങ്ങനെ ഉണ്ടായതുകൊണ്ട് കുറച്ച് പോർഷൻസ് എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാനും കൂട്ടുകാരുടെ കൂടെ മാനവീയത്വം അവിടെ ഇവിടെയൊക്കെ മൊത്തത്തിലൊന്ന് കറങ്ങി. പിന്നെ എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും 1:30 കഴിയാറായി. എന്നാൽ പിന്നെ താഴെയുള്ള പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബാക്കി വീഡിയോസ് കാണാൻ പഠിക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.